ഭാഗ്യമായിട്ടാണ് ഇത് കരുതുന്നു എന്നാണ് ജയറാം പറഞ്ഞത്. പക്ഷെ ആ 50 വർഷമായി ശബരിമലയിൽ പോകുന്നു, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ്. പക്ഷെ ആ ഭാഗ്യമൊക്കെ നിർഭാഗ്യമാണ് മിസ്റ്റർ ജയറാം. താങ്കൾ ചെയ്തിരിക്കുന്നത് കൊടിയ ക്രൂരതയാണ്. താങ്കൾ സിനിമാ നടനായിരിക്കും, വലിയ മിടുക്കനൊക്കെ ആയിരിക്കും, പക്ഷേ കാണിച്ചിരിക്കുന്നത് കൊടിയ ക്രൂരതയാണ്. ഒരമ്പലത്തിലെ കട്ടളപ്പടിയെടുത്ത് കൊണ്ടുവരുമ്പോൾ തന്റെ വീട്ടിൽ കൊണ്ടുവച്ചത് പൂജ ചെയ്യാൻ ഒരു പോറ്റി വന്നാൽ ഉടൻ തന്നെ ചെന്നൈ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് ഉടനെ അകത്താക്കുന്നതിന് പകരം താങ്കൾ അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും താങ്കൾ എന്ത് ചെയ്തു? അത് എൻജോയ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും വീരമണിയുടെ കാര്യങ്ങളും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നാണ് നമ്മുടെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. നമ്മുടെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ 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 വലിയൊരു പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുക. അപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് പത്മകുമാറിന്റെ അന്വേഷണം ഇപ്പൊ ഈ ആഴ്ച, ഇന്നിപ്പോ 23 മറ്റായല്ലോ, അപ്പൊ ഈ ആഴ്ച കൊണ്ട് മിക്കവാറും പത്മകുമാറിന്റെ അന്വേഷണമൊക്കെ അങ്ങ് നടത്തി 14 വേണ്ട 9, 12 വരെ, 12, 13 വരെ, 12 വരെ ഈ അന്വേഷണമൊക്കെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയതിനു ശേഷം 12-ന് ശേഷമായിരിക്കും കടകംപള്ളി സുരേന്ദ്രനെ തൊടുന്നത്. അതിനുശേഷം ജയറാമിനെ തൊടും. അങ്ങനെ ഓരോരുത്തരായിട്ട് തൊട്ട് ഇനിയും വലിയ വലിയ മുതലാളിമാരെ എല്ലാം തൊടാനുള്ള, സെലിബ്രിറ്റികളെയും അതുപോലുള്ള എല്ലാവരെയും തൊടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ജയറാമിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ തേടിയിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് SIT. ഈ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സാക്ഷിമൊഴി എടുക്കുമ്പോൾ FIR തയ്യാറാക്കേണ്ടി വരും. FIR തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ക്രമക്കേടുകളും പൊരുത്തക്കേടുകളും കണ്ടാൽ, ആ FIR തയ്യാറെടുക്കുമ്പോൾ, മൊഴിയെടുക്കുമ്പോൾ, മൊഴിയെടുക്കുമ്പോൾ അതിനകത്ത് ക്രമക്കേടുകൾ കണ്ടാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. സാക്ഷികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കഥകളുണ്ട് ഇവിടെ. പ്രതികളെ മാത്രമല്ല, സാക്ഷികളെയും തെളിവെടുപ്പിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത എത്രയോ കഥകളുണ്ട് ഇവിടെ. അതുകൊണ്ട് ജയറാമിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ വീരമണിയും അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. SIT സത്യസന്ധമായി അന്വേഷിച്ചാൽ വീരമണിയെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും.